ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഷാഹിദ ഷാജിയുടെ പുതിയ തെറി വീഡിയോ വന്നിട്ടുണ്ട് ഗേസ്. ഷാഹിദ ഷാജി യൂട്യൂബിന് തീ ഇട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയിലാണ്. ഫുള്ള് പുക, ഇടയ്ക്കിടയ്ക്ക് തീ ആളിക്കത്തുക, അങ്ങനെയാണ്. ലേറ്റസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഷാഹിദ ഷാജിയുടെ വീടിനടുത്തുള്ള മുത്തു എന്ന പേരുള്ള ചങ്ങായിയുമായി, യുവാവുമായി മുപ്പത്തിയേര് കച്ചറയായിരുന്നു. ആ ഒരു വീഡിയോ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ മുത്തു പട്ടി, മുത്തു കഞ്ചാവുടിയ, മുത്തു കള്ളുടിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഗതി. ഷാഹിദ ഷാജി മുത്തുവിന് നല്ല തെറി വിളിക്കുന്നുണ്ട്. മുത്തു തിരിച്ചും ഒട്ടും കുറവല്ലാത്ത രീതിയിൽ ഇവർ ഭയങ്കര ചീത്ത വിളിയാണ് പരസ്പരം. അത് ആ കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് പിന്നെ ഇതെന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുത്തുവിൻ്റെ ഉപ്പ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടോ 2 ദിവസം കഴിഞ്ഞിട്ട് എന്തോ മരിച്ചു. 3-ാമത്തെ ദിവസം മരിച്ചു. അപ്പോൾ ഷാഹിദ ഷാജി ആ ദിവസം മുത്തുവിൻ്റെ ഉപ്പ മരിച്ചില്ലടാ, എൻ്റെ തന്ത മരിച്ചില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവിൽ കൈകൊട്ടിയിട്ട് എന്തൊക്കെ പാട്ട് പാടുന്നു, എന്തൊക്കെ പ്രാന്തത്തരം കാണിക്കണം. ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം. എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മളിങ്ങനെ തമാശ ഇങ്ങനെ പറയണ പോലെ അല്ല, ഇത് ചുമ്മാ ഒരു ട്രോളായിട്ട് എടുക്കരുത്. ഇത് ഒരാളുടെ മരണം എന്നൊക്കെ പറയുന്നത്, അത് ആഘോഷിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എന്താ പറയുക, ദുഷിച്ച മനസ്സുള്ള ആളുകളായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് ഒരാളായിട്ട് എത്ര കച്ചറ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും, അയാളുടെ ഉപ്പ മരിക്കുമ്പോഴല്ല ഈ ഒരു സാധനം തീർക്കേണ്ടത്. അത് എന്തൊക്കെ പറഞ്ഞു അറിയോ, എല്ലാം അതായത് ഒരു രക്ഷയില്ലാത്ത രീതി. ഇങ്ങനെ പാട്ട് പഠിക്കണേ, മത്ത് കള്ള് കൊടിയ മത്ത്. ഇത് എന്താ പറയുക, ഷാഹിദ ഷാജിക്ക് ശരിക്കും എന്താണ് ഇന്ന് ആർക്കെങ്കിലും ഒരു നിങ്ങൾക്ക് തോന്നുന്നത് ഷാഹിദ ഷാജിയുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? ഷാഹിദ ഷാജി ഇത് വൈറലാവാൻ വേണ്ടി അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് ലൈവിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരാൻ വേണ്ടി, അവരുടെ വീഡിയോസ് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു കളി മാത്രമാണത്. ഒരുപാട് പൈസ യൂട്യൂബ് ചാനൽ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ, ഒരുപാട് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. എന്തായാലും അവർ ആൾക്കാരെ അവരെ ചാനലിലേക്ക് എത്തിക്കാനുള്ള ഒരു 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 അവർക്ക് അതിൻ്റെ കളികളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് എന്ത് കളി കളിച്ചിട്ടും കാശുണ്ടാക്കാനും അവർക്കറിയാം. യൂട്യൂബ് ചാനലിൽ തെറി വിളി, ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇത് ചെയ്യണ പല കാര്യങ്ങളും ഒരു വയലൻസ് ആണെന്നുള്ളതിനെ കുറിച്ച് ധാരണ ഇല്ലാവുന്നു. കുട്ടികളെ കൊണ്ട് തെറി വിളിപ്പിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ, കുട്ടികളെ കൊണ്ട് ഷഫീന ബീവീനെ കൊല്ലുന്നൊക്കെ പറയിപ്പിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തന്നെ. അത് ലൈവിൻ്റെ സമയത്തൊക്കെ എന്തൊക്കെ ഇവർ വിളിക്കണം, എന്തൊക്കെ പറയണം, ഒരു രക്ഷയില്ല. അപ്പോൾ മുത്തുവിൻ്റെ ഉപ്പ മരിച്ചിരിക്കുന്ന സമയത്ത് മുത്തുവിനെക്കുറിച്ച്, മുത്തുവിൻ്റെ ഉപ്പാനെക്കുറിച്ചിട്ടും, അതേപോലെ എൻ്റെ തന്ത ചത്തില്ലടാന്നൊക്കെ പറയണേ, എന്താ ഇതിൻ്റെ അവസ്ഥ. അതേപോലെ മുത്തുവിൻ്റെ ഉമ്മാനെക്കുറിച്ച്, ഉമ്മാൻ്റെ എക്സ്ട്രാ മുറിറ്റൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ കുറേ ഇത് എന്താ പറയുക, അത് അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. ഇത്രയും എന്താ പറയുക, എന്ത് വാക്കിപ്പോൾ ഉപയോഗിക്കാം, ഇത്രയും ഒരു ലെവലിലുള്ള ഊളത്തരം പറയുന്ന ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂട്യൂബിൽ കണ്ടിട്ടില്ല കേട്ടോ. യൂട്യൂബിൽ കണ്ടില്ല. ഒരു നാഗചേച്ചീനൊക്കെ ഒരു സമയത്തൊക്കെ നാഗചേച്ചി തൂറി എറിയുന്നൊക്കെ പറഞ്ഞിട്ട് 37 ട്രോള് ഒക്കെ ചെയ്തിരുന്ന ആളുകൾ. നാഗചേച്ചിയാണ് വമ്പൻ തെറി വിളിക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നാഗചേച്ചി ഒന്നുമല്ല. എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. യൂട്യൂബ് ചാനൽ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എനിക്കൊന്ന് മനസ്സിലായത്. നമ്മളൊക്കെ പഠിച്ചുള്ള നമ്മുടെ ഡിക്ഷണറിയിൽ, എൻ്റെയൊക്കെ ഡിക്ഷണറിയിലുള്ള തെറിയൊന്നും ഒന്നുമല്ല, വമ്പൻ അപരാധ തെറികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇന്നലെ കണ്ട ഒരു വീഡിയോയിലൊക്കെയാണ്, ഇന്നലത്തെ ലൈവിലൊക്കെയാണ്. മറ്റേ 36 ചെറിയ മകനാണ്, മകനെ കൊണ്ട് മുത്തുവിനെതിരെ എന്തൊക്കെയാണ് പറയണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങാക്കൊലയാണ്. ഈ കുട്ടികളെ ഭാവിയിൽ വളർന്നു വരുമ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ഈ കുട്ടികളുടെ കൂട്ടുകാർ, അവരൊക്കെ ഇവരോട് എങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ടാവുക? ഈ കുട്ടികളുടെ അടുത്ത് ഈ കുട്ടികൾ എങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക? കുട്ടികളുടെ പാരൻസ് ഇല്ലേ, ആ സ്കൂളിലെ കുട്ടികളുടെ പാരൻസൊക്കെ, അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ടാവൂലേ, ഷാഹിദ ഷാജി എന്ത് ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷയമാവും. അതായത് നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷേ ഇത് എനിക്ക് ആ കുട്ടികളുടെ കാര്യമൊക്കെ ഓർത്തിട്ട് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ദുഷിച്ച അവസ്ഥയിൽ ജീവിച്ചു വരുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ഭാവിയിൽ വളർന്നു വരുമ്പോൾ ഭയങ്കര വിഷയങ്ങളുണ്ടായിരിക്കും. ഇവർ നാട്ടുകാരോട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണ്. ചിലപ്പോൾ തെറി വിളിച്ചു എന്ന് വരും, ചിലപ്പോൾ 2 പൊട്ടിച്ചു എന്ന് വരും, 4 കിട്ടിയെന്ന് വരും ഒക്കെ. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. പരിധി എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഒരാളെ ഉപദ്രവിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഈ മരണം, അതൊക്കെയാണ് വിഷയം. ഒരു മരണം നടന്നിരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ ഇത്രയും ഒരു സൈക്കോനെ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയണത് എന്താ ഇവരുടെ ഉദ്ദേശം? യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നാട്ടുകാരെ മൊത്തം തെറി വിളിക്കുക. അതൊരു പെണ്ണാണെന്നുള്ള ഒരു പ്രിവിലേജ് വെച്ചിട്ടാണോ ഇവർ ചെയ്യുന്നത്? അതാണ് മനസ്സിലാവാത്തത്.
ഇനി പെണ്ണിന് എന്ത് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ആരും വരാൻ ഞാൻ ഇവിടെ പറഞ്ഞത് ഇവിടെ പെണ്ണ് എന്ന ഒരു പ്രിവിലേജ് വെച്ചിട്ടാണ് ഷാഹിദ് ഷാജി ചെയ്യുന്നത് തോന്നുന്നത്. കാരണം ഷാഹിദ് ഷാജിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഹിദ് ഷാജി നാട്ടിച്ച് വിടും. തിരിച്ച് അതേപോലെ നാട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസാവും, പ്രശ്നങ്ങളായിരിക്കും, ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ വർത്താനം പറയണം. ഇപ്പോൾ ഷാഹിദ് ഷാജിയുടെ വീട്ടിലൊരു മരണം നടന്നിട്ടാണ് ഷാഹിദ് ഷാജിനെ കുറിച്ച് മറ്റുള്ളവരിങ്ങനെ പറയണമെങ്കിൽ ഷാഹിദ് ഷാജിക്ക് ഈ ബുദ്ധിമുട്ട് മനസ്സിലാവുണ്ടാവുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ വളരെ ക്രൂരമായിരിക്കും. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഷാഹിദ് ഷാജിക്ക് ഭാവിയിൽ ഇപ്പോൾ വയ്യാണ്ട് കടന്നു വിചാരിക്കും, ആരാ നോക്കാനുണ്ടാവുക? ഈ കുട്ടികൾ അവർക്ക് മാനസിക മൂല്യങ്ങളോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ഉമ്മച്ചിയുടെ ജെട്ടി ഡാൻസ് എടുത്ത് പബ്ലിക്കാക്കുക, ഉമ്മച്ചീൻ്റെ കുറ്റം പറയുക, നാട്ടുകാരെ കുറിച്ച് കുറ്റം പറയുക, നാട്ടുകാരെ തെറി വിളിക്കുക, ഈ കലാപരിപാടികളൊക്കെയാണ് ഇവർ കണ്ടും കേട്ടും വളർന്നു വരുന്നുണ്ടാവുക. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഇവർക്ക് എന്താ തോന്നുന്നത്, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതി എന്ന കുട്ടികൾക്ക് തോന്നുന്നു. ഈ കുട്ടികൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു പട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ കുട്ടി ചിലപ്പോൾ അത് ബാഡ് വേർഡാണെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ അതന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടികളെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യണം, അതുപോലെ കുട്ടികളെ ഗുണ്ടകളാക്കുന്നൊക്കെ പറയുന്നത്. അതായത് ഒരിക്കട കുട്ടികൾ തല്ലാൻ പ്രായത്തിലാകുമ്പോൾ ഞാൻ തല്ലിക്കട എന്നെ തല്ലിക്കട മുത്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ കുട്ടികളെ ഗുണ്ടകളാക്കാനുള്ള പരിപാടിയാണ്? എന്താ ഇങ്ങനെ ഒരു പെണ്ണുമ്പിള്ള, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെയുള്ള പെണ്ണുമ്പിള്ളേരെ നമ്മുടെ നാട്ടിൽ ഞാൻ ഇതേപോലെ ഒരുത്തിനെ കണ്ടിട്ടുണ്ട് മുമ്പേ. പക്ഷെ അവർക്ക് കുറച്ച് വയസ്സുണ്ടായിരുന്നു. അവരാണ് ഭയങ്കര പ്രാക്ക് വക തുപ്പുക, അത് ഒരാളെ കണ്ടെങ്കിൽ തുപ്പും, തെറി വിളിക്കുക, അത് വെറുതെ തെറി വിളിച്ചുകൊണ്ട് എടുക്കും. അവർ ഈ ഒറ്റയ്ക്ക് ജീവിക്കണതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുമെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കക്ഷി. പക്ഷേ ഷാഹിദ് ഷാജി 5 മക്കളുണ്ട്. ഈ 5 മക്കളെ വിചാരിച്ചെങ്കിൽ ഒരു പൊട്ടിക്കടങ്ങുന്നത് നന്നായിരിക്കും. അവർക്ക് യൂട്യൂബ് ചാനൽ ഹൈലി സക്സസ്ഫുൾ ആയ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നുണ്ടല്ലോ. അവർക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടല്ലോ, ഫോളോവേഴ്സ് ഉണ്ട്, 2 ലക്ഷം എന്തോ ഉണ്ട് അല്ലേ സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്താ അവർക്ക് കാശ് പോരാവുന്നുണ്ട്. ഇനിയും കാശ് കിട്ടാൻ വേണ്ടിയുള്ള കളികളായിരിക്കും. ആരും പേടിയില്ലാത്ത അവസ്ഥയാണ്. ആൾക്കാരെ പേടിച്ച് ജീവിക്കണം എന്നല്ല, എന്നാലും നമ്മളൊരു ചൊല്ലില്ലേ, ആണായാലും പെണ്ണായാലും നമ്മുടെ നിൽക്കണ വീടിൻ്റെ തൂണിനെങ്കിലും പേടിക്കണം എന്നൊക്കെ. ഒന്നും പേടിയില്ല തോന്നണം. ഇപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ടൊന്നും ചില സമയത്ത് നടക്കില്ല. കാരണം തീരെ കയ്യിൽ നിന്ന് വിട്ട ഒരവസ്ഥയിൽ തോന്നണം. എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തിരുന്നു ഇവരാ ഉമ്മച്ചീനെ നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നത്. കൊല്ല് 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 വിട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഇതില്ല. എനിക്കത് കാണുമ്പോൾ എന്താ ഇതിൻ്റെ അവസ്ഥ, എന്താ അവസ്ഥ? ഇവർക്ക് എന്തെങ്കിലും ട്രോമ എന്തെങ്കിലും ഉണ്ടോ ചെറുപ്പത്തിലുള്ള, അവർ മോശമായ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ട് ട്രോമ എന്തെങ്കിലും സംഭവമാണോ? എന്ത് തേങ്ങയായാലും അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുട്ടികളെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരവസ്ഥ നമ്മൾ പലതും കേൾക്കണതല്ലേ. കുട്ടികളെ എന്താ പറയുക, കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ചൈൽഡ് ലൈനൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ചിലപ്പോൾ അവിടുന്ന് മാറ്റും തോന്നുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെന്ന്. കാരണം കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ ഇത് കാണിക്കാൻ പാടില്ല. കുട്ടികൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. കുട്ടികളെ ഇങ്ങനെ എന്താ പറയുക, കുട്ടികളെ വെച്ച് തെറി വിളിപ്പിക്കാൻ പാടില്ല. കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ തെറി പറയാൻ പാടില്ല. കുട്ടികളെ അവർക്ക് സമാധാനം കിട്ടുന്ന ഒരു അവസ്ഥയിൽ വളർത്തണം. അങ്ങനെയൊക്കെ കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ, നീഡ്സാണ് ഇതൊക്കെ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തുമ്മയാണ് ഷാഹിദ ഷാജി, നിങ്ങൾ എന്ത് തള്ളയെ പറയണ മാതിരി അല്ലേ? എന്തായാലും ഇതൊക്കെയാണ് ഷാഹിദ ഷാജി യൂട്യൂബിന് തീയിട്ട അവസ്ഥയിലാണ്. പിന്നെ എന്തുകൊണ്ട് ഷാഹിദ ഷാജിയുടെ കണ്ടൻറ്റ് വീണ്ടും ഇങ്ങനെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കണ്ടു, ഒരു വീഡിയോ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ വീഡിയോയിൽ നമുക്ക് വേറെ വിഷയമായിട്ട് വരാം ഗൈസ്. ഞാനിപ്പോൾ പുറത്താണ്, വീട്ടിലല്ല. നല്ല രസമല്ലേ സ്ഥലം കാണാൻ? നല്ല രസമല്ലേ? നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ്. മഴക്കാർ ഇങ്ങനെ കയറിക്കണ്ട്, മഴ എപ്പോഴാണ് പെയ്യാന്ന് ഒന്ന് പെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ചൂട് എടുക്കണം, ആവിട്ടിക്കണ്ട്. നിങ്ങളുടെ നാട്ടിൽ മഴ എന്താ അവസ്ഥ ഗൈസ്? അപ്പോൾ സ്കൂളൊക്കെ തുറന്നു അല്ലേ? സ്കൂൾ തുറന്നു. ഷാഹിദ ഷാജിയുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തായാലും കുട്ടികൾക്ക് സന്തോഷം സമാധാനം കിട്ടട്ടെ. വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടെങ്കിലും ഇവർക്ക് സമാധാനം സന്തോഷമൊക്കെ കിട്ടട്ടെ. അവിടെ പിന്നെ ഈ തെറിവിളിയൊന്നും കേൾക്കണ്ടല്ലോ. ഓക്കെ, ബൈ സയ്യോ.